എന്റെ പൊന്നുമോളെ, നീ എന്നതൊക്കെ അവനെ കുറിച്ച് പറഞ്ഞത്? ആനയാണ്, കുതിരയാണ്, കോപ്പാണ്. ഇക്കണ്ട അടി മുഴുവൻ അടിച്ചിട്ടും അവൻ നിന്ന് കൊണ്ടതല്ലാതെ തിരിച്ചൊന്ന് കൈ ഓങ്ങിയത് പോലുമില്ല. അതെ അതെ അതെ, ഇവനാണോ കോളേജിലെ വലിയ ഹീറോ? ഇതൊരുമാതിരി കറുത്തു പടച്ച് കാട്ടുമാക്കാനെ പോലൊരു ജീവി. നമസ്കാരം. എന്നെ മനസ്സിലായില്ല അല്ലേ? ഇല്ല. മനസ്സിലായിക്കോളും. ഞാൻ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ അടുത്തൊരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാ. നിങ്ങൾ കാരണം വലിയൊരു ശല്യം ഇന്നെന്റെ തലേന്ന് ഒഴിവായി. അതെങ്ങനെ ഒഴിവാക്കണമെന്ന് ആലോചിച്ച് നടക്കുകയായിരുന്നു ഞാൻ. ആള് മാറിക്കിട്ടിയ തല്ലാണെങ്കിലും അതും മേടിച്ച് കക്ഷി ഉടനെ തന്നെ സ്ഥലം കാലിയാക്കി. പക്ഷെ പോകുന്നതിന് മുമ്പ് അയാളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഈ അടി വന്ന റൂട്ട് എങ്ങനെയാണെന്ന് മനസ്സിലായത്. അതോടെ അയാളോടുള്ള ദേഷ്യവും മാറി. അറിഞ്ഞോ അറിയാതെയോ അയാൾ ചെയ്ത കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. ഇവളുടെ കല്യാണാലോചന മുടക്കലേ. അങ്ങനെ കാര്യങ്ങൾ മൊത്തം നമുക്ക് അനുകൂലമാണെങ്കിലും ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല കേട്ടോ. നിങ്ങളുടെ കൊച്ചിന്റെ കാര്യത്തിൽ ഇടപെട്ടതും അടിയും ഇടിയും അതൊന്നുമല്ല പ്രശ്നം. പക്ഷെ ആ കൂട്ടത്തിനിടയിൽ എന്റെ മുറി കയറി വില പിടിപ്പുള്ള പല സാധനങ്ങളും തല്ലിപ്പൊളിച്ചു. അതിനെന്തായാലും നിങ്ങൾ സമാധാനം പറയണം. ഇല്ലെങ്കിലോ? ഇവിടെ ഉണ്ടല്ലോ അതിനേക്കാൾ വിലപിടിപ്പുള്ള പല സാധനങ്ങളും. എനിക്കും കാണിക്കാൻ പറ്റും ഒരാര ഗുണ്ടായിസം. നിക്കവിടെ. നിങ്ങൾ ഇതെന്ത് ഭാവിച്ചാ? ഇവിടുന്ന് തുള്ളിച്ചാടി ഇറങ്ങി പോയപ്പോഴേ ഞാൻ പറഞ്ഞാലേ ഇതൊന്നും വേണ്ടെന്ന്. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? എന്താ അതിന്റെ പേര്? ഇവനല്ല നീ പറഞ്ഞ കോളേജിലെ പുതിയ കക്ഷി? ആ, കഴിഞ്ഞ എന്തായാലും കഴിഞ്ഞു. ഇനിയിപ്പോ ഇതിന്റെ പേരിലൊരു പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട. പിന്നെ നിന്റെ മുറിയിൽ എന്തൊക്കെ സാധനങ്ങൾ പോയിട്ടുണ്ടോ അതിന് വേണ്ടെന്ന് വെച്ചാൽ പരിഹാരം ഞാൻ ചെയ്തോളാം. പോരെ? ആ ശരിയല്ലേ, പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. താനെന്താണ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ? ഇരിക്കേ. സോറി. സോറി. ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. റോയ്ക്ക് എന്നോടുള്ള ഇഷ്ടം അതിപ്പോ എനിക്കും ഇഷ്ടാ. ഇല്ല, ഇത് വെറുതെ. നീ ഇവള് പറയുന്നത് വിശ്വസിക്കരുത്. ഇത് ഇവളുടെ പ്ലേയാ. നിനക്കൊരിക്കലും റോയി ഇഷ്ടപ്പെടാൻ പറ്റില്ല. ഹലോ, എവിടെ എത്തിയോ? വീട്ടിലോ? അച്ഛാതെ കണ്ടിട്ടെത്തി. എത്തിയോ? കണ്ണനാ അമ്മാവ. യശോദ വന്നില്ലേ?
നിനക്ക് വരാൻ തോന്നിയല്ലോ, നന്നായി. നിങ്ങൾ വന്നിട്ട് ഒരു തീരുമാനമെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇവക്ക് ഇവിടെ അടുത്ത് കോളേജ് ക്യാൻറ്റീനിൽ ജോലിയുള്ള ഒരു പയ്യനെ ഇഷ്ടമാണെന്ന് പറയുന്നു. കേട്ടപ്പോ എതിർക്കാൻ തോന്നിയില്ല. ഒന്നെതിർത്തതിൻ്റെ അനുഭവം മുന്നിലുള്ളത് കൊണ്ടാണെന്ന് കൂട്ടിക്കോ. പയ്യനിവിടെ വല്ലപ്പോഴും വരാറുണ്ട്. കാഴ്ചയിൽ വലിയ തെറ്റില്ല എന്നല്ലാതെ അയാളുടെ ചരിത്രമൊന്നും വലിയ തിട്ടമില്ല. ഈ വക കാര്യങ്ങളൊക്കെ ഞാനോ ഇവളോ അയാളോട് സൂചിപ്പിച്ചിട്ടുമില്ല. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതിലിത്ര ആലോചിക്കാതിരിക്കുന്ന അമ്മാവ. ഗൗരിയുടെ ഇഷ്ടം അതാണെങ്കിൽ അതങ്ങ് നടത്തി കൊടുക്കുക, അല്ലേ അമ്മേ? അതതെ. പക്ഷേ പയ്യന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് അറിയണ്ടേ? വെറുതെ അങ്ങനെ കയറി ഉറപ്പിക്കാൻ പറ്റൂ? വേണം, അത് വേണം. സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യം വന്നപ്പോൾ അതൊക്കെ ആലോചിക്കാൻ തുടങ്ങി, ഇല്ലേ യശോദേ? ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ, നീ അതിൻ്റെ പേരിൽ മുഖം വീർപ്പിക്കണ്ട. എന്തായാലും ഇവള് അവനുമായിട്ട് നല്ല സൗഹൃദത്തിലാ. നീ പറഞ്ഞതാ എൻ്റെ ശരി. ആദ്യം ഇവള് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കട്ടെ, എന്നിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം. നീ എന്തെങ്കിലും ചത്തുകുത്തി മാറിക്കുന്നത്? വാ, വന്ന് ഇതിലൊക്കെ ഒന്ന് സഹായിച്ചേ. എന്തായാലും മറ്റന്നാൾ നാറുമ്പോ അറ്റ്മോസ്ഫിയറിലും കളർഫുൾ ആയിരിക്കട്ടെ, അല്ലടാ? അതെ അതെ. ഹോ, എന്തായിരുന്നു വാലന്റൈൻസ് ഡേയുടെ നടത്തിയ പ്രകടനം? ഇളക്കം കൂടി തന്നെ വളയ്ക്കാൻ എളുപ്പമാത്ര. എന്നിട്ട് വളയ്ക്കലോട്ട് നടന്നതുമില്ല, ഇളക്കോട്ട് കൂടുകയും ചെയ്തു. ദേ, മറ്റന്നാ ഡെവളൊരൊടുക്കത്തെ ഇളക്കളവും ഒപ്പം ആ മാർട്ടിൻ ഗ്രൂപ്പും ചേരുകയും ചെയ്യും. ടാടാ, മതിയാടാ, നിർത്ത്. ഒരാളെ ഒരുപാട് അങ്ങ് വാരല്ലേ. നാറുവാണെങ്കിൽ അതിന് ഒറ്റക്കായിരിക്കില്ല, എല്ലാം കൂട്ടത്തോടെ നാറും. ആ കൂട്ടത്തിൽ ഈ വെങ്കിട് കാണൂല, കേട്ടടാ? അലങ്കാരങ്ങളൊന്നും അത്രയ്ക്ക് പോരല്ലോ 3D. എന്തായാലും കൂട്ടുകാരന്റെ നെഞ്ചത്ത് വെക്കാൻ ഒരു റീത്തും കൂടെ കരുതിക്കോ. അയ്യോ, ഈ റീത്തൊക്കെ വെക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യാ. വേറെ വല്ലതും വെക്കണമെന്നുണ്ടെങ്കിൽ പറ, വെച്ചുതരാം. അറിയിച്ചേക്കാം കേട്ടാ. മോൻ ചെല്ല്. അതെ, നിങ്ങൾ മല പോലെ വന്നത് എലി പോലെ പോയെന്ന് പറഞ്ഞ് കേട്ടിട്ടല്ലേ ഉള്ളൂ, കണ്ടിട്ടില്ലല്ലോ. ഇല്ലല്ലേ? എന്നാലേ എനിക്കതൊന്ന് കാണാൻ പറ്റി. ഇന്നലെ ഒരാളെന്റെ വീട്ടിലേക്ക് ഒരു വരവ് വന്നു. വരവെന്നൊക്കെ പറഞ്ഞ വാ, എന്നാ ഗംഭീര വരവാ. പക്ഷേ വരവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്ലൈമാക്സ് ഉണ്ടല്ലോ, എന്റെ മക്കളെ സകല പ്രതീക്ഷയും കൈവിട്ടുപോയി. ചുമ്മാ നിന്നങ്ങ് കൊള്ളുമല്ലായിരുന്നോ? എനിക്ക് എബിനോടൊരു മോനെ വിനയ, മോനെ അന്വേഷിച്ചൊരു പെങ്കൊച്ച് ക്യാൻറ്റീനിൽ വന്ന് നിൽക്കുന്നു. ഇത് കഴിയുമ്പോൾ അങ്ങോട്ടൊന്ന് പറഞ്ഞേ.